അന്ധതയുടെ കാരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തു ദർശനം ജീവിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. ബർത്തമിയോസിന് കാഴ്ച ലഭിക്കുന്നു. 3 കാര്യങ്ങളാണ് ഇവിടെ ബർത്തമിയോസിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആദ്യം ബർത്തമിയോസ് തൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞു. രണ്ടാമതായി യേശുവിൻ്റെ ആഹ്വാനത്തോട് അവൻ പ്രതികരിച്ചു. മൂന്നാമതായി എന്താണ് ചോദിക്കേണ്ടതെന്ന് ബർത്തമിയോസിന് ദൃഢമായ ബോധ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാനും ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രമിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മിൽ സംഭവിക്കും. അവ ഒരു മാന്ത്രിക സൂത്രവാക്യമോ മണ്ടത്തരമോ അല്ല, പക്ഷേ നമ്മുടെ മുന്നിലുള്ള അരാജകത്വത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ സുവിശേഷത്തിലെ ഈ 3 ചലനങ്ങളും നമ്മുടെ പരിഗണന അർഹിക്കുന്നതായി നിലകൊള്ളും. രണ്ടാമതായി യേശുവിൻ്റെ ആഹ്വാനത്തോട് ബർത്തമിയോസ് പ്രതികരിക്കുന്നു. യേശുവിൻ്റെ ആഹ്വാനം ബർത്തമിയോസിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആന്തരികമായി അലയടിച്ചിരുന്ന വിശ്വാസത്തിൻ്റെ ആദ്യചലനമായിരുന്നു. അവൻ്റെ വിശ്വാസം, അവൻ കേട്ട ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധ്യം അവൻ്റെ ഉള്ളിൽ ഉണർത്തിയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ചാലകമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപ് ക്രിസ്തുവിനെക്കുറിച്ച് കേട്ട സത്യങ്ങൾ അവനെ വിശ്വാസത്തിൻ്റെ പ്രചോദനമേകി. അതിനാൽ തന്നെ യേശു അവനെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു, യേശുവിനെ കാണുന്നതിന് മുൻപ് തന്നെ. ബർത്തമിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തിമയോസ് എന്നാൽ അശുദ്ധനായവൻ എന്നാണ്. ബർത്തമിയോസ് എന്നാൽ അശുദ്ധനായവൻ്റെ പുത്രൻ എന്നാണ്. ലോകം മുഴുവൻ അവനെ അശുദ്ധൻ അല്ലെങ്കിൽ അന്ധൻ, കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞപ്പോഴും അവൻ്റെ പേര് പോലും 1000 തവണ അവനെ അശുദ്ധൻ്റെ മകൻ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അവൻ്റെ അന്ധത അകറ്റുവാൻ പോരുന്ന വിശ്വാസത്തിൻ്റെ ആഴമുള്ള ചലനം അവനിൽ ക്രിസ്തുവിനോടുള്ള വിശ്വാസം വരുത്തി എന്നതാണ് സത്യം. ഒരു പേര് എന്നത് ഒരു വ്യക്തിയുടെ അസ്തിത്വത്തിൻ്റെ നിദാനമാണ്. അവനിലുള്ള അസ്തിത്വത്തിന് എതിരെ അഥവാ അതിന് വിപരീതമെന്നോണം വലിയ വിശ്വാസത്തിൻ്റെ പ്രചോദനം ബർത്തമിയോസിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശ്വാസം ഉണർത്തി. നസ്രയനായ യേശുവാണ് അതുവഴി പോകുന്നത് എന്ന് കേട്ടപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ദാവീദിൻ്റെ പുത്രൻ എന്ന നാമം ആദ്യം ഉപയോഗിക്കുന്നത് സുവിശേഷത്തിൽ ബർത്തമിയോസ് എന്ന ഈ അന്ധയാചകനാണ്. തൻ്റെ അശുദ്ധിയുടെ നാമം അഥവാ അശുദ്ധി എന്ന അർത്ഥം പേർന്ന നാമത്തിന് ഉപോദ്ബലകമായി അവൻ ക്രിസ്തുവിന് നൽകിയ ഒരു വലിയ നാമം, ദാവീദിൻ്റെ പുത്രൻ എന്ന നാമം, അവൻ്റെ നാമത്തെക്കാളും അവൻ്റെ ജീവിതത്തിലെ അന്ധതയെക്കാളും മറ്റുള്ളവരവനെക്കുറിച്ച് പറഞ്ഞതിനേക്കാളും ഉയരത്തിൽ നിലകൊണ്ട വിശ്വാസ സത്യമായി അവനിൽ രൂപപ്പെട്ടു. ഇതിനൊക്കെ കാരണമായി നിലകൊണ്ടത് ക്രിസ്തുവിൻ്റെ ആഹ്വാനത്തോട് അവൻ പ്രതികരിച്ചത് കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ ആഹ്വാനം എന്താണ്? 49-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അവനെ വിളിക്കുക എന്ന വാക്കായിരുന്നു. ക്രിസ്തു അവനെ വിളിക്കുന്നതിന് മുൻപ് തന്നെ ബർത്തമിയോസ് ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. അതിന് കാരണമായത് അവൻ്റെ ഉള്ളിലുള്ള ക്രിസ്തു വിശ്വാസം തന്നെയായിരുന്നു. 3 കാര്യങ്ങളാണ് ശിഷ്യന്മാർ അവനോട് പറയുന്നത്. 1 ധൈര്യമായിരിക്കുക, 2 എഴുന്നേൽക്കുക, 3 യേശു നിന്നെ വിളിക്കുന്നു എന്ന്. അപ്പോൾ തന്നെ ബർത്തമിയോസ് തൻ്റെ പുറംകുപ്പായം വലിച്ച് എറിഞ്ഞുകൊണ്ട് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. അവനിലുള്ള ക്രിസ്തു ദർശനവും
ക്രിസ്തുബോധ്യവും തന്നെയാണ് ക്രിസ്തുവിൻ്റെ അരികെ അവനെ കൊണ്ടെത്തിച്ചത്. മൂന്നാമതായി, എന്താണ് കർത്താവിനോട് ചോദിക്കേണ്ടതെന്ന് ബർത്തമയോസിന് വളരെ വ്യക്തമായും അറിയാമായിരുന്നു. ബർത്തമയോസ് സ്വന്തം ആവശ്യം കണ്ടു. അത് അവന് കാഴ്ച ലഭിക്കണം എന്നതായിരുന്നു. രണ്ടാമത്, അവൻ ചെയ്തിരുന്നത് അവൻ നിർത്തി. അവൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഭിക്ഷാപാത്രം വലിച്ചെറിഞ്ഞു ഭിക്ഷയാചിക്കുന്നത് നിർത്തി. മൂന്നാമതായി, അവൻ യേശുവിനോട് നിലവിളിച്ചു. അതൊരു ചെറിയ ദൗത്യം ആയിരുന്നില്ല. സഹായം ചോദിക്കുവാനോ ഗതി മാറ്റാനോ ആഗ്രഹിക്കാത്തതിനാൽ എത്ര തവണ ഞാൻ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾ അവഗണിച്ചുവെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇരട്ടിയാക്കിയെന്നോ എനിക്ക് നിങ്ങളോട് പറയാനാവില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ തലവും ബർത്തമയോസിൻ്റെ ജീവിതവുമായി ഒരു താരതമ്യം നാം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. എൻ്റെ സൗഖ്യത്തിന് വേണ്ടി എൻ്റെ ക്രിസ്തുബന്ധത്തിൻ്റെ ആഴം വലുതാക്കുവാനോ ഞാൻ ചെയ്യുന്ന നന്മകൾ, പ്രാർത്ഥനകൾ അല്പം കൂടി ആഴമുള്ളതും ദൃഢതയുള്ളതും വിശ്വാസമുള്ളതുമാക്കുവാനോ നാം ശ്രമിച്ചിട്ടുണ്ടോ? അന്ധനായ ബർത്തമയോസ് കർത്താവിന് വേണ്ടി, കർത്താവിനെ സ്വീകരിക്കുവാൻ വേണ്ടി, തൻ്റെ വ്യക്തിപരമായ അന്ധത സൗഖ്യപ്പെടുവാൻ വേണ്ടി അദ്ദേഹം ക്രിസ്തു ആത്മീയത, പ്രാർത്ഥന, സമർപ്പണം, ബോധ്യം, ജാഗരണം എന്നിവ നിശ്ചയമായും നടത്തിയിട്ടുണ്ടാകണം. അതുകൊണ്ടാണല്ലോ ഒന്ന് ചിന്തിക്കുവാൻ വീണ്ടും അവൻ കാത്തു നിൽക്കാതെ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി ചാടി ഓടിയത്. വചനം നമ്മെ ബോധ്യപ്പെടുത്തും, അവൻ സുഖം പ്രാപിക്കുവാൻ വേണ്ടി ആയിരുന്നില്ല ക്രിസ്തുവിനോടുള്ള ഈ വിശ്വാസം വച്ചു പുലർത്തിയത്. സൗഖ്യപ്പെട്ടതിന് ശേഷവും അവൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ ആയിരുന്നു, അഥവാ ക്രിസ്തുവിനോട് ചേർന്ന് ആയിരുന്നു എന്ന്. അതുകൊണ്ട് സൗഖ്യത്തിനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം നീ ക്രിസ്തുവിൻ്റെതായി മാറുവാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് യേശുവിൻ്റെതായി മാറുവാൻ ആഗ്രഹിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റേതല്ലാത്തതായി എൻ്റെ സന്തോഷങ്ങൾക്കും ക്രിസ്തു സന്തോഷത്തിനും ഇടയിൽ നിലകൊള്ളുന്ന എല്ലാ അസ്വസ്ഥതകളെയും ക്രിസ്തുവിൻ്റെതായി ഞാൻ മാറുമ്പോൾ കർത്താവ് എടുത്തു മാറ്റുക തന്നെ ചെയ്യും. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.